ഒരു പേപ്പർ എടുക്കുക, അതിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. വരുന്ന 3 മാസത്തിൽ ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റിയാലോ? നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെന്തൊക്കെയായി പറയുന്നതെന്നല്ലേ? ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നിയാലും ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് ക്ലിയർ ആക്കി തരാം. അതായത് നിങ്ങൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുക്ക് വായിക്കണം. അതിൽ പറയുന്നുണ്ട് നമ്മുടെ മൈൻഡിൻ്റെ പവർ എന്താണെന്നുള്ളതും. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുമുണ്ട്. അതിൽ കുറേ ടിപ്സുകൾ പറയുന്നുണ്ട്, നമ്മുടെ മൈൻഡിൻ്റെ പവറും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ പറ്റുമെന്നുള്ളതും ഒക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിലൊരു പോയിന്റ് പോലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് കുറേ ടെക്നിക്കുകളുണ്ട്. ഇതിൽ പ്രൂവൺ ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അതാണ് വിഷൻ ബോർഡ് ടെക്നിക്ക്. നിങ്ങൾ പേളി മാണിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേളി മാണി പറയുന്നുണ്ട് വിഷൻ ബോർഡ് ടെക്നിക്കിനെ പറ്റിയിട്ട്. അതായത് പേളി മാണിക്ക് ഒരു വിഷൻ ബോർഡുണ്ട്. അതിലേക്ക് പേളി മാണിയുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കും. അത് പിന്നീടൊക്കെ പ്രാവർത്തികമാകാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇതെങ്ങനെ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതും അതെങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളത് പിന്നത്തേക്ക് മാറ്റിവെച്ച് പോകാറാണ് പതിവ്. പക്ഷേ ഇത് നിങ്ങൾ മാറ്റി വെക്കാൻ പാടില്ല. ഈ വരുന്ന 3 മാസങ്ങളിൽ നിങ്ങളിത് ചെയ്യണം. കാരണം ഈ വരുന്ന 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ജനുവരി 1 നന്നാവാതെ ഇപ്പം തന്നെ നന്നാവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ജനുവരി 1 നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. നമ്മൾ എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നു, അതിനുവേണ്ടി ബുക്ക് ചെയ്യുന്നു, വണ്ടി ബുക്ക് ചെയ്യുന്നു, ടിക്കറ്റ് എടുക്കുന്നു, ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ആ പോകുന്ന ദിവസം അല്ലല്ല റെഡിയാക്കുന്നത് എന്ന് പറയുന്ന പോലെ ജനുവരിയിലേക്ക് നമ്മളെ ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കാനാണ് ഈ വരുന്ന 3 മാസം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കറിയാം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കിന്ന് ചേഞ്ച് ചെയ്യണം, ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടണം, കോൺഫിഡൻസ് കൂട്ടണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ, നമ്മുടെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് വരാറുള്ളത് മിക്കവാറും. അപ്പം നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. സോ നിങ്ങളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വിഷൻ ബോർഡ് എടുക്കുക. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുക്കുക, ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. ഈ പേപ്പറിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോൾ സാധാരണ ഒരു 10 ആഗ്രഹം വരെയൊക്കെ എഴുതി വെക്കാമെങ്കിലും ഒരു മാക്സിമം ഒരു 4 ആഗ്രഹം ആദ്യം എഴുതിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് സാധിക്കേണ്ടതായിട്ടുള്ള ഒരു 4 ആഗ്രഹങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഗോളായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ 10,000 രൂപ വരുമാനം കിട്ടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അടുത്ത മാസം പോലെ 1,00,000 രൂപ വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ആഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് 10,000 രൂപയിൽ നിന്നും 15,000 രൂപയായിട്ട് ഉയരണമെന്നോ 20,000 ആയിട്ട് ഉയരണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അതൊരു സാധാരണ ഗോളാണ്. അത് നമുക്ക് സാധിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഗോളാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാൻ ചാൻസ് ഉള്ള 4 ഗോൾസ് എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടാവാം. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മുടി നല്ല തിക്കായിട്ടും ലോങ് ആയിട്ടും, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് ചുരുണ്ട മുടിയാണെങ്കിൽ വേണ്ടതെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കേളി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരണമെന്നും, നീണ്ട നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ അങ്ങനെ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ എഴുതുക. എനിക്ക് നല്ല നീളമുള്ള കട്ടിയുള്ള മുടി വേണം. ഒറ്റ വാക്കിൽ എഴുതാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടാവണം. നമ്പർ 2 എന്ന് പറയുന്നത്, എഴുതുമ്പോൾ നിങ്ങൾ ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. സാധാരണ പേനയാവുന്ന സമയത്ത് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് എടുത്ത് വായിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കോ നീലയോ കളറിലുള്ള മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അതും വലിയതായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3 എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലുതായിട്ട് എഴുതാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണ് പോകുന്ന ഒരു സ്ഥലത്ത് ഇത് നമ്മുടെ വിഷനാണ്, ഇതെനിക്ക് സാധിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണ് എവിടെയൊക്കെ പോകുന്നോ ആ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് ഇത് എഴുതി ഒട്ടിക്കാം. ഇനി അതല്ല നിങ്ങളുടെ റൂമിൽ മാത്രമാണ് ഒട്ടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒട്ടിക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലും ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള വലിയ പൈസ ചിലവില്ലാത്തൊരു ടെക്നിക്കാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതിൽ കുറച്ച് പോയിന്റ്സ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്തൊട്ടിച്ചു, നമ്മൾ എപ്പോൾ ഇതിലേ കൂടെ പോയാലും ഈ ഒരു സംഭവം നമ്മൾ കാണും. ഇനി ഈ കാര്യം നടക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയില്ല, നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമാണ്, നിങ്ങൾക്ക് വേണം ഒരു ജോലി എന്നുള്ള ആഗ്രഹമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും എനിക്കിനി കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ച് മടുത്തു, ഇനി ഇത് എഴുതി വെച്ചിട്ട് അങ്ങോട്ട് കിട്ടാൻ പോകുന്നു. ഇങ്ങനെ നിങ്ങൾ സംശയിക്കാതെ എനിക്ക് കിട്ടും, ഞാൻ എന്തായാലും ഇതുകൂടി എന്ന് പരിശ്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടും, എന്തായാലും എനിക്ക് കിട്ടും എന്ന് മനസ്സിനെ ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിനോട് പറയുക ഇതെന്തായാലും നടക്കുമെന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ഷനാണ്. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. ആഗ്രഹം ഉണ്ടായി നമ്മളത് എഴുതി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു 10 കിലോ കുറയണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്ക് വെയിറ്റ് കുറയണം, പക്ഷേ അയാൾ ഡയറ്റ് ശ്രദ്ധിക്കാറില്ല, വെയിറ്റ് ലോസിന് വേണ്ടി എക്സസൈസ് ചെയ്യാറില്ല, പക്ഷെ നന്നായിട്ട് ഫുഡും കഴിക്കും. അപ്പോൾ എങ്ങനെ അയാളുടെ വെയിറ്റ് കുറയാം? അയാൾ വെയിറ്റ് കുറയണമെങ്കിൽ ആക്ഷൻ എടുക്കണം. അതായത് ചെറിയ രീതിയിൽ വീട്ടിലെങ്കിലും ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുക, അതോടൊപ്പം ഡയറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴല്ലേ വ്യത്യാസം കണ്ടു തുടങ്ങുക. എന്ന് പറയുന്ന പോലെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് എടുത്താൽ മതി, അത് സക്സസിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇപ്പോൾ ഹെയർ ഗ്രോത്ത് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുക, ഒരു ഹെയർ ഗ്രോത്ത് റൂട്ടീൻ കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ ആക്ഷനിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വളരണം, പക്ഷേ എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അടുത്തതെന്ന് പറയുന്നത് ഡൗട്ട് ചെയ്യാതിരിക്കുക. അതായത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്തതിന് ശേഷം ഇത് നടക്കുമോ, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമോ? ഉദാഹരണത്തിന് ചില ആളുകളുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെയർ ഗ്രോത്തിന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഫോളോ ചെയ്തിട്ട് വന്നിട്ടായിരിക്കും അടുത്ത വീഡിയോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തത് ഇന്ന് ചെയ്യുന്നതുമായിട്ടൊരു മാച്ച് ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ വിരുദ്ധം എന്ന് പറയത്തില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പിന്നീട് വന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് തമ്മിലൊരു ഒരു മിസ്മാച്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടത്തില്ല, ഇത് ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്നും അതേ രീതിയിൽ ഫോളോ ചെയ്തു പോയാൽ അതിന് റിസൾട്ട് ഉണ്ടെന്ന് നമ്മുടെ മനസ്സിന് തോന്നും. അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിന് 100% റിസൾട്ട് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഡൗട്ടായിരിക്കും. അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അവർ പറഞ്ഞത് ചെയ്യണോ, ഇവർ പറഞ്ഞത് ചെയ്യണോ, ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അത് എന്ത് കാര്യത്തിനും അതെ, നിങ്ങൾ പോകുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ ആ സെയിം വഴിയിൽ തന്നെ ഒരേപോലെ പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ആ വഴിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാലും വഴി സെയിം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റാണ് കംഫർട്ട് സോൺ കളയുക എന്നുള്ളത്. അതായത് നമ്മളെല്ലാവരും കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു റുട്ടീൻ ഉണ്ട്, ആ റുട്ടീൻ തന്നെ സെയിം ആയിട്ട് ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും. അടുത്തത് ചെയ്യാൻ ഒന്നുകിലും മടിയായിരിക്കും, അല്ലെങ്കിൽ സമയം കുറവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതിൽ തന്നെ പോകാനായിരിക്കും ഇഷ്ടം. ഉദാഹരണം പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ, ഞാൻ എന്നെ തന്നെ പറയാം, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് പോലും ഒരു സമയത്ത് അതുപോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് ഞാൻ ചെറിയ രീതിയിൽ പുറത്ത് പോയിട്ട് കൊളാബറേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേര് ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നൊരു ക്യാമറയെ നോക്കിയിട്ട് ഞാൻ ഡയലോഗ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് എനിക്ക് വരാൻ കാരണമായത് ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ്. എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ ആദ്യം എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് തോന്നിയത്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് നാണക്കേടാണ്, എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ ഞാൻ നെക്സ്റ്റ് ചിന്തിച്ചത് ഇതെനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനും എൻ്റെ കോൺഫിഡൻസ് കൂട്ടാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയും അത് ഒരു 2-3 എണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടുകയും ചെയ്തു. സോ നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാതെ അതിനകത്തൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. അടുത്തതായിട്ട് നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ നാളെയും മറ്റന്നാളും അത് നടക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിപ്പോൾ ഇന്ന് എനിക്ക് ഹെയർ കെയർ ചെയ്യണം എന്ന് മൈൻഡിൽ വരികയും ഇനിയിപ്പോൾ വേണ്ട, ഇത്രയും സമയമായില്ല, നാളെ ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റി വെക്കുകയും ചെയ്യാതിരിക്കുക. ഇന്ന് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെറിയൊരു സ്റ്റെപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് കൈകൊണ്ട് ഡ്രൈ മസാജെങ്കിലും ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയില്ലേ, പിന്നെ അടുത്ത ദിവസം നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ തോന്നും. സോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നോ അത് ആ പോയിന്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നാളെ മുതൽ ജനുവരി വരെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ജനുവരി 1 നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അതിന് മുമ്പുള്ള നിങ്ങളെക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള നിങ്ങളായിട്ട് മാറിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം. ഒന്ന്, നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 10 മണി 10:30ക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് 7 മണി 7:30ക്കൊക്കെയാണ്. നേരത്തെയൊക്കെ എനിക്ക് 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങേണ്ടത് കൊണ്ട് ഈ ക്ലാസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി താമസിച്ച് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തന്നെ തോന്നി എൻ്റെ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സ്ഥാപനം നോക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് സോഷ്യൽ മീഡിയസിൽ വീഡിയോസ് ഇടണം. അപ്പോൾ ഇതിനെല്ലാം കൂടി എനിക്ക് ടൈം മാനേജ് ആവാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ടൈം മാനേജ് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ടൈം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നമ്പർ 2, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതും. പക്ഷേ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്കറിയാം മെഡിറ്റേഷൻ ഭയങ്കര പവർഫുള്ളാണ്. മെഡിറ്റേഷൻ ചെയ്ത ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും. നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതെന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ളതും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു റൂമിൽ പോയി അടച്ചിട്ട് കണ്ണടച്ചിരുന്ന് അങ്ങനെ അത് മാത്രമല്ല മെഡിറ്റേഷൻ. നിങ്ങൾക്ക് കണ്ണ് തുറന്നിരുന്ന് ഈ പ്രകൃതി ആസ്വദിക്കാം, പാട്ട് കേൾക്കാം, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം ഒരു മെഡിറ്റേഷനാണ്. നിങ്ങൾ വെറുതെ ഒന്നിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും അതും മെഡിറ്റേഷനാണ്. ആദ്യം നിങ്ങൾ 1 മിനിറ്റിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതൊരു 5 മിനിറ്റ് ആക്കുക, പിന്നെ അതൊരു 10 മിനിറ്റ് ആക്കുക, പിന്നെ ഒരു 20 മിനിറ്റ് ആക്കുക, പിന്നെ അതൊരു 30 മിനിറ്റ് ആക്കുക. ഇങ്ങനെ മെഡിറ്റേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ചിട്ടയായിട്ട് വരുന്നതായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. നമ്പർ 3, എക്സസൈസ് ചെയ്യുക. ഇനി വരുന്ന 3 മാസം നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ആവശ്യമായ എക്സസൈസ് ചെയ്യുക. ബോഡിക്ക് ആവശ്യമായ എക്സസൈസ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം, ചില ആളുകൾക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം, ചിലവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം. അപ്പം നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ നമുക്ക് പൊതുവേ മടിയാണ്, എനിക്ക് ഉൾപ്പെടെ ഭയങ്കര മടിയാണ്. പക്ഷേ എൻ്റെ പ്രൊഫഷൻ അതായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൺട്രോളിലാവും. അതുപോലെ നമ്മുടെ സ്കിൻ വളരെ ഇമ്പ്രൂവ് ആവും, ഹെൽത്ത് ഭയങ്കര ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യും, നമ്മൾ ഭയങ്കര മൊത്തത്തിലൊരു പോസിറ്റീവായി നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരുടെ ജീവിതശൈലി രോഗങ്ങളാണ്, ചെറിയ കുട്ടികൾക്ക് മുതൽ രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗത്തിനുള്ള ഒറ്റ പ്രതിവിധി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. കണ്ടമാനം മരുന്ന് കഴിക്കുന്നതിൽ എത്രയോ നല്ലത് 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യും. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും ആക്കാം. സൂംബ ചെയ്യാം, ഡാൻസ് ചെയ്യാം, യോഗ ചെയ്യാം, എയറോബിക്സ് ചെയ്യാം, ജിമ്മിൽ പോകാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിംഗ് ചെയ്യാം, മുറ്റത്തൂടെ നടക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതൊരു 5-10 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു എക്സസൈസായി മാറി. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ എക്സസൈസ് കൂടി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു ചിട്ടയായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ വെള്ളം കുടിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷെ ചിലർ ഓവറായിട്ട് വെള്ളം കുടിക്കാറുണ്ട്, ചിലർ ഒത്തിരി വെള്ളം കുടിക്കാറില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ വെള്ളം കൂടി ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്. അതുപോലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വെയിറ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. വെയിറ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെള്ളം കൂടാതെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ വെള്ളം കുടിക്കുക. ഇനി നിങ്ങൾ പൊരിഞ്ഞ വെയിലത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്ത് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ജോയിൻസിനൊക്കെ നല്ലതാണ്, നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആവാനും ഡീഹൈഡ്രേഷൻ മാറാനും ഒക്കെ നല്ലതാണ്. എക്സ്പെഷ്യലി സ്കിന്നിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് അളവറിഞ്ഞ് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്തതായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിന് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു മോശം അനുഭവമായിരിക്കും, അതിനകത്തും നിങ്ങൾക്കൊരു പാഠം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ വിഷമിച്ചിരുന്ന സമയത്ത് വന്ന് ഒന്ന് തലോടി ആശ്വസിപ്പിച്ചൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്കും അയാൾ ചെയ്ത പ്രവൃത്തിക്ക് നന്ദി പറയുക. അങ്ങനെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് കുറച്ച്
കുറച്ച് പാടാണ്. ജേർണലിങ് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ഒരു ഇല്ലാത്തൊരു ശീലം ചെയ്യുക എന്നുള്ളത് പാടാണ്. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാലും മതി. ഈ എൻ്റെ ലൈഫിൽ നടന്ന ഈ നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദി എന്ന് എടുത്തു പറയുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ നന്മ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സെൽഫ് പാമ്പറിങ്, അതായത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലോകത്തിൻ്റെ ഓട്ടത്തിനൊപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം മുമ്പുള്ള നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മളോ അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അങ്ങനെയായിരുന്നു, അന്ന് ഞാൻ എന്നെ ഇത്ര കെയർ ചെയ്തിരുന്നു, അന്ന് ഞാൻ എന്നെ ഇത്ര സ്നേഹിച്ചിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടേ എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ സമയമുള്ളൂ എന്ന് വേവലാതിപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മളെ പാമ്പർ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ചിലപ്പോൾ ഒരുപക്ഷെ പണ്ടത്തെ പോലെ നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല, പക്ഷെ പറ്റുന്നതുപോലെ നമ്മളെ കെയർ ചെയ്യുക. നമ്മുടെ ദിവസത്തിനൊരു അടുക്കും ചിട്ട ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം തനിയെ ഉണ്ടായിക്കോളും. അതുകൊണ്ട് സെൽഫ് പാമ്പറിങ് ചെയ്യുക. നിങ്ങളുടെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യണോ, നിങ്ങളുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടണോ, ഇനി അതല്ല നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം, എന്തും നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളുടെ ജീവിതം കുറച്ച് അടുക്കും ചിട്ടയുള്ളതാക്കിയതിന് ശേഷം നമ്മൾ ഇതിനു വേണ്ടി കൂടി പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കയ്യിൽ 10 പൈസ വരുമ്പോൾ, നമ്മുടെ കയ്യിൽ 10 പൈസ ഇരിക്കുമ്പോൾ ഉള്ള ഫ്രീഡം, സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമൺ ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അതുപോലെ എല്ലാവരും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇൻഡിപെൻഡൻ്റ് ആവുക. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടും കടം ചോദിക്കാൻ ഒരവസ്ഥ ഉണ്ടാവരുത്. നമുക്ക് വലിയ ആർഭാടമായിട്ടല്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. ചെറുതായിട്ട് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ട് എനിക്കത് വാങ്ങിക്കാൻ ഇഷ്ടം തോന്നിയാൽ എനിക്കത് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, മറ്റൊരാളോട് ചെന്ന് ചോദിക്കേണ്ടി വന്നാൽ അവർ പറയുന്നത്, അവരുടെ വായിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അതേസമയം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കത് വാങ്ങിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും പറ്റും. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഒരു സമ്പാദ്യം സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങാനുള്ളൊരു തുകയായി എന്ന് കാണുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മളോടുള്ള സ്നേഹവും പരിഗണനയും കൂടും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും. അങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചും സ്കിൻ കെയർ ചാലഞ്ചും ഒക്കെ വരുന്നുണ്ട്. സ്കിൻ അങ്ങ് വെളുത്തിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചാലഞ്ചൊന്നുമല്ല, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെർഫെക്റ്റ് ആകുന്നതിനേക്കാൾ നല്ലതാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.